ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഞങ്ങൾ തായ്ലൻഡിൽ വന്നിട്ട് 5-ാമത്തെ ദിവസമാണ്, പട്ടായയിലെ 2-ാമത്തെ ദിവസവും. രാത്രി വന്ന് കിടന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഒരല്പ ക്ഷീണത്തോടു കൂടിയൊക്കെയാണ് എണീറ്റത്. എന്നാലും ഞങ്ങൾ വേഗം എല്ലാവരും റെഡിയായി. പിന്നെ ഇവിടെ വന്ന് ടാൻ അടിച്ചിട്ട് പറയണ്ടല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്ന കോമ്പാക്ട് പൗഡറിൻ്റെ ഒക്കെ ഷെയ്ഡ് അങ്ങ് മാറിപ്പോയി, നമ്മുടെ മുഖത്ത് ചേരുന്നില്ല എന്നായി. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ ഇങ്ങനെ തുടച്ച് കളഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്. പിന്നെ എന്തായാലും ഞങ്ങൾ ഗ്രാബിൽ ഒരു വണ്ടിയൊക്കെ എടുത്ത് ആദ്യം വന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ വേണ്ടിയാണ്. ഒരു അരമണിക്കൂർ അടുപ്പിച്ച് യാത്ര ഉണ്ടായിരുന്നു. വന്ന ഉടനെ മുടക്കിയില്ല, ഇവിടെ നിന്നും ഒരു കരിക്കിൻ്റെ വെള്ളം പിടിച്ചു. ഉള്ളത് പറയാലോ, ഭയങ്കര ടേസ്റ്റായിരുന്നു ഇവിടുത്തെ കരിക്കിൻ്റെ വെള്ളം. ബാങ്കോക്കിൽ നിന്നോ ഫുക്കറ്റിൽ നിന്നൊക്കെ കുടിച്ചതിനേക്കാളും ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോരുമ്പോഴും അവിടുന്ന് തന്നെ ഒരു കരിക്കിൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് വന്നത്. ഒരു 10:30-10:45 എന്തോ ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയായിരുന്നു. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ ഗൈഡ് ഒരു 11:20 സ്ലോട്ടിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഓരോ കാഴ്ചകളുണ്ട്. ഈ കുതിരയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമുക്ക് കുതിര സവാരി ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളത് നോക്കിയില്ല, അതുകൊണ്ട് പൈസ എത്രയാണെന്നൊന്നും ഓർമ്മയില്ല. നല്ല അലങ്കരിച്ച കുതിരയുടെ മുകളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങളെപ്പോലെ ആ സമയത്ത് ഒരുപാട് ആൾക്കാരവിടെ ഇംഗ്ലീഷ് ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കടലിനോട് ചേർന്ന് കിടക്കുന്ന പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. കടലിനോട് ചേർന്ന് ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ഭംഗി ഒരിക്കലും ഒരു വീഡിയോയിലും നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മുടെ കണ്ണുകളോളം ഇതിനെ ആസ്വദിക്കാനും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനും പറ്റിയ ഒന്നും ഉണ്ടാവില്ല. ഇതാ മരക്കെട്ടിടത്തിൻ്റെ കാഴ്ച മാത്രമല്ല, അടുത്തുള്ള ആ ഒരു കടൽ, ആ ഒരു പ്രകൃതി, അത് തരുന്നൊരു വല്ലാത്ത സമാധാനത്തിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് നേരിട്ട് അവിടെ ചെന്ന് അനുഭവിക്കണം. തീർച്ചയായും പട്ടായയിൽ പോകുമ്പോൾ മറ്റ് ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി നോക്കൂ. ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും, ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു കാരണം ഇവിടെ കാണുന്നില്ല. ഒരു ഇരുമ്പാണി ഉപയോഗിക്കാതെ പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മരം കൊണ്ടുള്ള ഇതൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രതിഷ്ഠകൾ പോലെയൊക്കെ കാണാം. അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്ന് ദൂരെ നമ്മൾ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോൾ നമ്മുടെ സമയമായി. അവിടെ നിന്ന് താഴേക്ക് നീണ്ട പടവുകൾ ഇറങ്ങി മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ കടന്ന് നമ്മൾ പ്രധാന കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് എത്തും. അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നമ്മളൊരു ഹെൽമെറ്റ് ധരിക്കണം. അത് അവരവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഷോൾഡർ ഒക്കെ കാണാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്ലീവ്ലെസ് അല്ലാത്ത ഡ്രസ്സുകൾ ഇടണം, മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടണം. അങ്ങനെയൊക്കെ കുറച്ച് റൂളുണ്ട് അവർക്ക്. ഈ ഹെൽമെറ്റ് ഇടേണ്ട കാരണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്നും ഇവിടെ കൊത്തുപണികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇവിടെ നമ്മൾ ആശാരിമാരെന്ന് പറയുമല്ലോ, അവിടെ ഒരുപാട് സ്ത്രീകളും അത്തരം ആശാരി പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എത്ര സൂക്ഷ്മതയോടെയും ക്ഷമയോടെയാണ് അവരിത് ചെയ്യുന്നതെന്നറിയാം. എത്ര പ്രിസിഷനാണെന്നോ ചെയ്തു വച്ചിരിക്കുന്ന ഓരോന്നിനും. ഓരോ ചുവടും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ ഭീമാകാരമായ കെട്ടിടത്തിൻ്റെ വലിപ്പവും കൊത്തുപണികളുടെ ആ ഭംഗിയും ഒക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായി തുടങ്ങും. നമ്മളീ പുറമേന്ന് കാണുമ്പോഴുള്ള ഈ ഓരോ തൂണും ഓരോ പ്രതിമയും ഓരോ മേൽക്കൂരയുടെ ഭാഗവും വ്യത്യസ്തമായ ഡിസൈനുകളാണ്. ഒരിടത്തും ഒരേ ഡിസൈൻ ആവർത്തിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത്രയും വലിയൊരു നിർമ്മിതി ഇപ്പോഴത്തെ മോഡേൺ മെഷീൻസ് വെച്ചൊന്നുമല്ല, മനുഷ്യരുടെ കരവിരുതും ക്ഷമയും കൊണ്ടാണ് ഇന്ന് ഈ രൂപം കൊണ്ടിരിക്കുന്ന ഈ
ക്ഷേത്രം, അത് ഈ സ്ഥലത്തെ കൂടുതൽ സ്പെഷ്യലാക്കണം. ഓരോ ഇഞ്ച് സ്ഥലവും എന്തെങ്കിലും ഒരു ശില്പം കൊണ്ട് അല്ലെങ്കിൽ ഒരു അലങ്കാര രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ദേവന്മാരുടെയും ദേവതകളുടെയും രൂപങ്ങൾ, അല്ലെങ്കിൽ മൃഗങ്ങൾ, പക്ഷികൾ, പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ, പൂക്കൾ, വള്ളിച്ചെടികളുടെ രൂപങ്ങൾ, എല്ലാം അതും മരത്തിൽ അത്രയും മനോഹരമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഓരോ വശത്തേക്ക് നടക്കുമ്പോൾ ഓരോ തവണയും പുതിയൊരു ഡിസൈൻ കാണാം. ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭംഗി മറ്റൊരു കോണിൽ നിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും വേറൊന്നാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ ഇത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോയിൽ എനിക്ക് കൃത്യമായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാലും പല സ്ഥലങ്ങളിലും ആശാരിമാർ വളരെ ശാന്തമായി മരത്തിലെ കൊത്തുപണികൾ ചെയ്യുന്നത് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വലിയ യന്ത്രങ്ങളൊന്നുമല്ല, ഒരുപാട് വർഷങ്ങളുടെ അനുഭവവും കൈവഴക്കവുമുള്ള കരകൗശല വിദഗ്ധർ ആശാരിമാരാണ് ഓരോ മരക്കഷ്ണത്തിനും ശരിക്കും പറഞ്ഞാൽ ജീവൻ നൽകുന്നത്. ചെറിയ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് മണിക്കൂറുകളോളം ഒരേ ഭാഗത്ത് ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ക്ഷമയും ആ ഒരു സമർപ്പണവും ഒക്കെ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരക്കഷ്ണങ്ങളെല്ലാം വളരെ വലുതാണ്. അവയെ പരസ്പരം നമ്മൾ ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ആ രീതി കണ്ടാൽ അത്ഭുതപ്പെടും. ഇരുമ്പാണികളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പഴയ രീതിയിലുള്ള മരപ്പണികളുടെ ടെക്നിക്സ് ഉണ്ടല്ലോ, രണ്ടിനെ ജോയിൻ ചെയ്യുന്ന ലോക്സ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കട്ടിലിൻ്റെ കാലും ആ ബോഡി പാർട്ടും കൂടെ ഒക്കെ ജോയിൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ ആ ലോക്ക് അവർ മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് പൂർണ്ണമായും മരത്തിലാണ്, വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് മരം. ഇനിയൊരു 100 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം ഇതേപോലെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു ചിന്തയുടെ പിന്നിൽ. അതായത് എല്ലാം മരം കൊണ്ട് പൂർണ്ണമായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല. ഓരോ ശില്പത്തിനും ഒരു കഥയുണ്ട്. ആ ഗൈഡ് ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓരോ തൂണിനും ഒരർത്ഥമുണ്ട്. ഓരോ കൊത്തുപണിക്കും പിന്നിൽ ഒരുപാട് ദിവസങ്ങളുടെയും മാസങ്ങളുടെയും അധ്വാനമുണ്ട്. ആ മനുഷ്യൻ്റെ കരവിരുത് എത്രത്തോളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ കെട്ടിടം തെളിയിച്ചു തരുന്നു. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇന്നും ഈ കലാപാരമ്പര്യം ജീവനോടെ നിലനിർത്തുന്ന ആശാരിമാരെയാണ്. മോഡേൺ മെഷീൻസൊക്കെ ഉള്ള ഈ കാലത്ത് തലമുറകളായി കൈമാറി വന്ന ഈ മരപ്പണി വിദ്യ ഉപയോഗിച്ച് ഇത്രയും വലിയൊരു സൃഷ്ടി ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ശരിക്കും അഭിമാനവും ആദരവും ഒക്കെ തോന്നും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു മരക്കെട്ടിടം മാത്രമാണെന്ന് തോന്നും. എന്നാൽ അടുത്തെത്തി ഓരോ കൊത്തുപണിയും ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ഇതൊരു കെട്ടിടമല്ല, പതിറ്റാണ്ടുകളായിട്ട് തുടർന്ന ഒരു കലാസൃഷ്ടിയും മനുഷ്യൻ്റെ ക്ഷമയുടെയും കഴിവിൻ്റെയും ജീവിക്കുന്ന ഒരു സാക്ഷ്യവുമാണെന്നാണ് മനസ്സിലാവുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാണുന്ന ഓരോ ശില്പത്തിനും ഒരർത്ഥമുണ്ടെന്ന്. ഗൈഡ് പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ജസ്റ്റ് അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ കൊത്തി എടുത്തിരിക്കുന്നത് ഈ ശില്പങ്ങൾ. മനുഷ്യ ജീവിതം, ജനനം, മരണം, സ്നേഹം, കുടുംബം, പ്രകൃതി, ലോകം, ദൈവം തുടങ്ങിയ വിഷയങ്ങളാണ് ഓരോ ശില്പവും പറയുന്നത്. അതുകൊണ്ട് ഓരോ തവണ നോക്കുമ്പോഴും പുതിയൊരു കഥ കണ്ടെത്താൻ കഴിയുന്ന അനുഭവങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ വലിയ തൂണുകളില്ലേ, ഒരു തൂണിലെ ഡിസൈൻ നിങ്ങൾക്ക് വേറൊരു തൂണിൽ കാണാൻ കഴിയില്ല. പിന്നെ തല ഉയർത്തി നമ്മൾ മുകളിലേക്ക് ആ മേൽക്കൂരയിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥ അത്ഭുതം. മുകളിലേക്കുള്ള ഓരോ പാളിയിലും 100 കണക്കിന് ചെറിയ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇത്രയും ഉയരത്തിൽ ഇത്രയും കൃത്യതയോടെ എങ്ങനെ ഈ പണികൾ ചെയ്തിരിക്കുമെന്ന് ചിന്തിച്ചാൽ തന്നെ അത്ഭുതം തോന്നും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ സൂര്യപ്രകാശം അകത്തേക്ക് പതിക്കുന്ന രീതിയാണ്.
മരത്തിൻ്റെ ഇടവഴികളിലൂടെ വരുന്ന പ്രകാശം ഓരോ ശില്പത്തിൻ്റെയും ആഴവും ഭംഗിയും കൂടുതൽ മനോഹരമാക്കുന്നു. എനിക്ക് ഉറപ്പാണ് രാവിലെയും വൈകുന്നേരവും പ്രകാശം മാറുന്നതിനനുസരിച്ച് അകത്തുള്ള കാഴ്ചകളും തീർച്ചയായും മാറിക്കൊണ്ടിരിക്കും. ഈ കെട്ടിടം ശരിക്കും പറഞ്ഞാൽ 1981 1981 ആരംഭിച്ചതാണ്. എന്നാൽ ഇന്നും നിർമ്മാണം തുടരുകയാണ്. ഓരോ വർഷവും പുതിയ ശില്പങ്ങൾ ചേർക്കുകയും പഴയ ഭാഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചെയ്യും. ഈ കെട്ടിടത്തിൻ്റെ ഉയരം ഏകദേശം 105 മീറ്ററാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു രാജകൊട്ടാരം പോലെ തോന്നുമെങ്കിലും അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകുന്നത്. ഇവിടെ 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗവും വ്യത്യസ്ത തത്വചിന്തകളെ പ്രതിനിധീകരിക്കുന്നു. തായ്, ഹിന്ദു, ബുദ്ധ, ചൈനീസ് സംസ്കാരങ്ങൾ, അവയുടെ ആശയങ്ങൾ എല്ലാം ഒരേ കെട്ടിടത്തിൽ ഒന്നിച്ച് ചേർത്തവർ വെച്ചിരിക്കുന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് വലിയ കാര്യങ്ങൾ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടുണ്ടാകില്ല എന്നതാണ്. ഓരോ മരക്കുത്തുപണിക്കും പിന്നിൽ മണിക്കൂറുകളല്ല, ദിവസങ്ങളും വർഷങ്ങളും ഉണ്ട്. ഇന്നത്തെ ഈ ലോകത്ത് നമുക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് വേണമെന്നാണല്ലോ, ഇതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഓരോ ശില്പവും പറയുന്നത് ക്ഷമയോടെ ചെയ്ത ജോലിക്ക് കാലം പോലും വില കൊടുക്കുമെന്നാണ്. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ ശ്രമങ്ങൾ ഒരു നാൾ വലിയൊരു സൃഷ്ടിയായി മാറും. അതുപോലെ അകത്ത് ഓരോ ശില്പവും ഓരോ ഡിസൈനും വ്യത്യസ്തമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയല്ലേ മനുഷ്യരും എന്ന് ചിന്തിക്കും. എല്ലാവർക്കും ഓരോ കഴിവും ഓരോ ലക്ഷ്യവുമുണ്ട്. മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ നമ്മുടെ കഴിവ് കണ്ടെത്തി അതിനെ വളർത്തിയാൽ ജീവിതവും മനോഹരമായൊരു കലാസൃഷ്ടിയാകും എന്ന് ഈ സ്ഥലം എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. പണി തുടങ്ങി ഇത്രയും കാലമായിട്ടും പണി തീരാത്തൊരു കെട്ടിടമായി അങ്ങനെ അത് കിടക്കുമ്പോൾ ജീവിതവും അങ്ങനെ തന്നെയല്ലേ. ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു, മാറുന്നു, വളരുന്നു. ഒരു പെർഫെക്ഷൻ, ഒരു പൂർണ്ണതയല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓരോ ദിവസവും കുറച്ചുകൂടി നല്ല മനുഷ്യനാകാനുള്ള യാത്രയാണ് ജീവിതം. ഈ യാത്രയിൽ ഞാൻ കണ്ടത് ഒരു മനോഹരമായ കെട്ടിടം മാത്രമല്ല, ക്ഷമ എന്താണെന്നും അധ്വാനം എന്താണെന്നും ഒരു ജോലിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതിന് കാലത്തെ പോലും അതിജീവിക്കാൻ കഴിയുമെന്നും ഞാനിവിടെ നിന്ന് പഠിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതം ചെറുതായിരിക്കാം, പക്ഷേ അവൻ സൃഷ്ടിക്കുന്ന നല്ല കാര്യങ്ങൾ തലമുറകൾക്ക് പ്രചോദനമാകാം. അതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്. സത്യമെന്നത് നമ്മൾ പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന രീതിയിലും നമ്മൾ ലോകത്തിന് നൽകുന്ന മൂല്യത്തിലുമാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും പുറത്തുള്ള പരിസരത്തും വിസിറ്റേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള വളരെ മനോഹരമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മരത്തിലൊക്കെ തന്നെ നിർമ്മിച്ച ഈ ബെഞ്ചുകളിൽ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാം. കടലിൽ നിന്നുള്ള തണുത്ത കാറ്റും ചുറ്റുമുള്ള പച്ചപ്പും മൃദുവായി കേൾക്കുന്ന സംഗീതവും, അവിടെ എപ്പോഴും നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ട്. അതൊക്കെ ചേർന്ന് മനസ്സിനൊരു പ്രത്യേക ശാന്തതയാണ് നൽകുന്നത്. തിരക്കുള്ളൊരു ടൂറിസ്റ്റ് സ്ഥലത്താണ് നമ്മളിരിക്കുന്നതെന്നുള്ള ഒരു തോന്നലല്ല, അതിനുപരി നമ്മൾ ഈ പ്രകൃതിയുടെ നടുവിൽ ശാന്തമായി സമയം ചെലവഴിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ലഭിക്കുക. ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ട് തിരികെ വരും, ചില സ്ഥലങ്ങൾ നമ്മളോടൊപ്പം തന്നെ തിരികെ വരും. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എനിക്ക് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അവിടെ കണ്ട മരക്കൊത്തുപണികളും കടലിൻ്റെ ശാന്തതയും ഓരോ ശില്പത്തിൻ്റെയും പിന്നിലെ അധ്വാനവും ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. യാത്രകൾ നമ്മളെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും, പക്ഷേ ചില യാത്രകൾ നമ്മളെ പുതിയ ചിന്തകളിലേക്കും കൊണ്ടുപോകും. എനിക്ക് ഈ യാത്ര അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് പോയ ആ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലേക്ക് തന്നെ പോകാം. ഉച്ചയായി സമയം, ഭക്ഷണം കഴിക്കണം, വിശക്കുന്നൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. എന്തായാലും തിരിച്ചു പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു കരിക്കൊക്കെ കൂടെ കഴിച്ചത് കൊണ്ട് ഭയങ്കരമായ വിശപ്പ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പം സ്വസ്ഥമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് പോയി കഴിഞ്ഞ്
എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ ഞങ്ങൾ പോയത് ഒരു മസാജ് സെൻറ്ററിലാണ്. ഒരു തായ് മസാജ് ചെയ്തു. നല്ല സുഖമായിരുന്നു. സത്യം പറഞ്ഞാൽ ബോഡിക്ക് വേദന എടുക്കും. എനിക്കൊക്കെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നു. പിന്നെ ആ മസാജ് സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നലെ പോയ മാർക്കറ്റ്. അവിടെ വന്നിട്ട് ഒരു സ്പെഷ്യൽ തായ് ഫുഡ് തന്നെ കഴിച്ചു. തായ് ഗ്രീൻ കറി, ഫ്രൈഡ് റൈസ് വിത്ത് ഷ്രിംപ്. അസാധ്യ ടേസ്റ്റായിരുന്നു. ഇപ്പോഴും ആ രുചി വായിലുണ്ടെന്ന് പറയാമല്ലോ. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഇന്നാകെ മൊത്തം എനിക്കൊരു സന്തോഷമുള്ള ദിവസമായിട്ട് തോന്നി. രാവിലത്തെ സാങ്ച്വറി ഓഫ് ട്രൂത്തും അത് കഴിഞ്ഞ് നന്നായിട്ടൊരു മസാജൊക്കെ കിട്ടി ബോഡിക്ക് നല്ലൊരു സുഖമൊക്കെ തോന്നിയപ്പോൾ ഒരു ഡെസേർട്ടാകാം എന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങി നടന്നപ്പം ഞാൻ കണ്ടു ഒരു ന്യൂട്ടല്ല ബ്രെഡെന്നോ മറ്റോ ആണ് അങ്ങനെ പേര് കണ്ടത്. എന്നാൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതി അവിടെ ചെന്ന് അതൊരെണ്ണം ഓർഡർ ചെയ്തൊരു 100 ബാത്തായിരുന്നു. ന്യൂട്ടലയൊക്കെ സ്പ്രെഡ് ചെയ്ത് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മോഡറേറ്റ് സ്വീറ്റ്. പിന്നെ ഇവിടുത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം തിരിച്ച് നമ്മൾ താമസിക്കുന്ന റൂമിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് എന്തായാലും പട്ടായ വരെ വന്നല്ലേ, അപ്പം ഇവിടുത്തെ ഒരു പബ്ബൊക്കെ വിസിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ രാത്രിയിലൊരു പബ്ബിലൊക്കെ പോയി. അവിടെ നല്ലപോലെ DJ ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ച് അർമാദിച്ച് ആ ദിവസം അസ്സലായി തീർന്നു.